CBI അന്വേഷണം എന്നുള്ള ഹർജി അത് നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് TVKയിൽ ഭിന്നതയുണ്ട് എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വരുന്നത് അല്ലേ? അതായത് N ആനന്ദിനും ആദവ് അർജുനയ്ക്കുമിടയിൽ ഭിന്നതയുണ്ട്. CBI അന്വേഷണത്തിലൂടെ BJP ഇത് മുതലെടുക്കും എന്നുള്ള ഒരു ഭീതി ഇവർക്കുണ്ട്, ഇതിലൊരു വിഭാഗത്തിനുണ്ട് എന്നതാണോ അവർ ഭയപ്പെടുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അപകടമുണ്ടായതിനു ശേഷമൊക്കെ വരുന്ന BJPയുടെ പ്രതികരണങ്ങൾ അവർ TVKയെ കാര്യമായി കുറ്റപ്പെടുത്താതെയാണ്, എതിരാളികൾക്ക് നേരെ വിമർശന ശരം നീട്ടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്കൊരു ഭീതി, ഒരാശങ്ക TVKയിൽ ഒരു വിഭാഗത്തിനുണ്ടല്ലേ? അനുജ, ഇതിൽ TVKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മൂന്നാമത്തെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് N ആനന്ദും ഒപ്പം തന്നെ ആദവ് അർജുനയുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയും പ്രാവർത്തികമാക്കുന്നത്. വിജയ് നൽകുന്ന ആഹ്വാനം അത് വിജയാണ് ജനങ്ങളോട് പറയുന്നതെങ്കിലും ഇത് പ്രാവർത്തികമാക്കുന്നത് ഈ രണ്ട് നേതാക്കളാണ്. അപ്പോൾ ഈ കരൂർ അപകടത്തിന് ശേഷം നടന്ന യോഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു വരുന്നത്. അത് ആദവ് അർജുന CBI അന്വേഷണം നടക്കണമെന്ന് പറയുന്നു. അതിനുള്ള വാദമായി അദ്ദേഹം പറയുന്നത് CBI അന്വേഷണം നടന്നാലേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വീഴ്ചകൾ പോലീസിന് വന്നു എന്ന് തെളിയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പോലീസിനെയും സർക്കാരിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന TVK കുറെ കൂടിയൊക്കെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പഴുതെങ്കിലും TVKക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് വരണമെങ്കിൽ അത് CBI അന്വേഷിക്കണമെന്ന് ആദവ് അർജുന പറയുന്നു. എന്നാൽ ആനന്ദ് പറയുന്നതാകട്ടെ ഇത്തരത്തിൽ CBI അന്വേഷണത്തിന് വേണ്ടി വാശി പിടിച്ചാൽ അത് BJP ഈ ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും. സ്വാഭാവികമായിട്ടും TVK കൂടെ നിർത്താൻ അവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ TVK തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല TVK അനുകൂലിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ ഒന്നടങ്കം സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കേണ്ട എന്ന് പറയുന്ന അവർ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് TVK ചൂഷണം ചെയ്യും, തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുമെന്നാണ് N ആനന്ദ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വളരെ വലിയ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട്. എന്തായാലും കേസ് നാളെ പരിഗണിക്കാൻ കൂടി ഇരിക്കുകയാണ്. ഈ കാര്യത്തിൽ അതിലേറ്റവും പ്രധാനം നാളെ വളരെ നിർണായകമാണ്. TVKയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. കാരണം എന്താണ് പറയാൻ പോകുന്നത് കോടതി? ഇതിനു മുൻപ് കരൂർ കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഈ വിഷയത്തിൽ. അപ്പോൾ അപകടത്തിൽ മദ്രാസ് ഹൈക്കോടതിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിടുമോ എന്ന കാര്യം, അങ്ങനെ ഏറ്റവും ഒടുവിലായി ഇന്നിപ്പോൾ ഒരു ഹർജി കൂടി വരുന്നുണ്ടല്ലോ, വിജയ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ ഹർജിയും നാളെ പരിഗണിക്കും അല്ലേ? അതിൽ വിജയ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അപകടത്തിന് കാരണമായത് എന്നത് വിശദമായി തന്നെ ഹർജിക്കാരൻ ബോധിപ്പിക്കുന്നുണ്ട് കോടതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താമസിച്ചെത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുപ്പിയെറിഞ്ഞു കൊടുത്തതൊക്കെ. അനുജ, ഈ വിജയ് എന്തൊക്കെ തരത്തിൽ അവിടെ നിയമം ലംഘിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചിട്ടുണ്ട് എന്ന് അക്കമിട്ട് നിരത്തുന്ന തരത്തിലാണ് ഈ ഹർജിക്കാരൻ. ഇപ്പോൾ അത് ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഹർജി നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ വിജയ് വൈകി എത്തിയ കാര്യം, നേരത്തെ 12 മണിയോടുകൂടി ഈ സ്ഥലത്തെത്തുമെന്ന് അറിയിപ്പ് നൽകി ജനങ്ങളെ പറ്റിച്ചു എന്നുള്ള കാര്യം, ഒപ്പം തന്നെ വിജയ്ക്കെതിരെ മാത്രം കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ആ ഹർജിയിൽ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആനന്ദിനെതിരെ ഒക്കെയും കേസെടുക്കുമ്പോൾ അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ളതാണ്. വിജയ്ക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല. അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നൊക്കെയും പറയുന്നുണ്ട്. അവിടെ വെള്ളം കൊടുക്കാതിരുന്നത്, ലഘുഭക്ഷണം കൊടുക്കാതിരുന്നത്, ഒരു തരത്തിലും ഈ TVK പ്രവർത്തകർ അവിടെ എത്തിയ ആളുകൾക്ക് യാതൊരു പരിഗണനയും നൽകാതിരുന്നത്, ഇതൊക്കെയും അക്കമിട്ട് നിരത്തുന്ന ഒരു ഹർജിയാണ്. ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന മറ്റൊന്ന്, ഇപ്പോൾ ഈ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എടുത്ത ഒരൊറ്റ തീരുമാനത്തിലാണ് വിജയ്ക്കെതിരെ കേസെടുക്കാതിരുന്നതെന്നാണ് DMK വൃത്തങ്ങൾ പറയുന്നത്. പല മന്ത്രിമാരും പല മുതിർന്ന നേതാക്കളും ഒക്കെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ അതിനെ എതിർത്തു. അതിൽ ഏറ്റവും പ്രധാനം, ഈ സമയത്ത് ഒരു കേസെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും. അപ്പോൾ ഏത് പാർട്ടിയുടെ റാലി നടന്നാലും അങ്ങനെ നേതാക്കൾക്കെതിരെ കേസെടുക്കും, ഒപ്പം തന്നെ BJP മുതലെടുക്കും. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ വിമർശനമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായി എടുക്കുന്ന കേസായി അത് വിമർശിക്കപ്പെടുമെന്നതുകൊണ്ടാണ് കേസെടുക്കാതെ. നാളെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഗൂഢാലോചന ആരോപിക്കുന്നു, CBI അന്വേഷണം വേണമെന്ന് പറയുന്നു. അപ്പം ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് കോടതിക്ക് എന്നുള്ളതും വളരെ പ്രധാനമാണ്. നാളത്തെ ദിവസം നിർണായകമാണ് TVKയ്ക്കും ഒപ്പം സർക്കാരിനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.